ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഏറ്റവും ആഘോഷമാക്കിയ പേരുകളിലൊന്നായിരുന്നു ജാക്ക് പീറ്റർ ഗ്രീലിഷ്. ഒരു സൂപ്പർ സ്റ്റാർഡത്തിന് വേണ്ട എല്ലാ എലമെൻറ്റുകളും ഒത്തിണങ്ങിയ ചെറുപ്പക്കാരൻ. ഹെയർ സ്റ്റൈൽ കൊണ്ടും ഡ്രസ്സിംഗ് രീതികൾ കൊണ്ടുമെല്ലാം അടുത്ത ഡേവിഡ് ബെക്കാം എന്നിവരെ അവനെ വിളിച്ചിരുന്നു. അതേ ഗ്രീലിഷ് ഇന്ന് എത്തിഹാദിൻ്റെ ഓരങ്ങളിൽ ആർക്കും വേണ്ടാതിരിപ്പുണ്ട്. ടീമിൽ ഇടമില്ലാതെയായ ഗ്രീലിഷ് സിറ്റി വിടുമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഗ്രീലിഷിനായി സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന 50 മില്യൺ പൗണ്ട് നൽകാൻ ഒരു ടീമും ഇതുവരെ സന്നദ്ധരായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. 2 വർഷത്തെ കരാർ ഇനിയും ബാക്കിയുള്ള ഗ്രീലിഷിനെ ലോണിൽ അയച്ചേക്കുമെന്നും പറയപ്പെടുന്നു. വൻ ഹൈപ്പിൽ എത്തിഹാദിൻ്റെ പടി ചവിട്ടിയ ഈ സുവർണപുത്രന് എന്താണ് സംഭവിച്ചത്? ഐറിഷ് വേരുകളുള്ള ജാക്ക് ഗ്രീലിഷ് ബിർമിംഗ്ഹാമിലാണ് ജനിക്കുന്നത്. നാട്ടിലെ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയിൽ 6-ാം വയസ്സിലെ കളി പഠിക്കാൻ പോയി. വില്ലയുടെ അക്കാഡമികളിലൂടെയാണ് പന്ത് തട്ടി തുടങ്ങിയത്. ആസ്റ്റൺ വില്ലയുടെ ക്ലാരറ്റ് നിറമുള്ള കുപ്പായം അണിയുമ്പോൾ പ്രായം 19 മാത്രം. റെലഗേഷനും സാമ്പത്തിക പ്രതിസന്ധിയും നിറഞ്ഞ വില്ലയുടെ മോശം കാലത്താണ് ജാക്ക് അവിടെ പന്ത് തട്ടിയത്. വില്ലയിൽ പന്ത് തട്ടുന്ന കാലത്തെ പല ഇംഗ്ലീഷ് ക്ലബ്ബുകളും അവനെ നോട്ടമിട്ടു. 2018-ൽ ടോട്ടനം അവനെ ലണ്ടനിലേക്ക് വിളിച്ചെങ്കിലും അത് നടക്കാതെ പോയി. റെലഗേഷന് ശേഷം പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തിയ വില്ലയ്ക്ക് ഗ്രീലിഷ് എന്നത് അവരുടെ ഒരു സ്വകാര്യ സ്വത്തായിരുന്നു. 2023 വരെ ഗ്രീലിഷുമായി കരാർ ഒപ്പിട്ട അവർ ക്യാപ്റ്റൻ്റെ ആംബാൻഡും ആ കൈകളിൽ കെട്ടി. സാധാരണ ക്ലബ്ബിൽ കളിക്കുന്ന അസാധാരണ കളിക്കാരൻ, അല്ലെങ്കിൽ ഒരു ചെറിയ കുളത്തിലെ വലിയ മീൻ എന്ന രീതിയിലാണ് ഗ്രീലിഷിനെ മറ്റുള്ളവർ കണ്ടത്. ആസ്റ്റൺ വില്ല അക്കാഡമിയിലെ പാഠങ്ങൾക്കപ്പുറത്ത് ജന്മസിദ്ധമായ സ്കില്ലുകൾ അവനിലുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ആസ്റ്റൺ വില്ല ആരാധകർക്കാണെങ്കിൽ നാട്ടുകാരൻ തന്നെയായ ജാക്കിൽ വലിയ മതിപ്പായിരുന്നു. ആ കാലുകളിൽ പന്ത് കിട്ടുമ്പോൾ പോലും ആരാധകർ ഇരമ്പിയാർത്തു. ഗ്രീലിഷ് ആസ്റ്റൺ വില്ലയ്ക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവനായിരുന്നു എന്നതിന് കണക്കുകൾ സാക്ഷിയാണ്. 2020-21 സീസണിൽ ഗ്രീലിഷ് കളിക്കുമ്പോൾ ടീമിൻ്റെ വിജയശതമാനം 50 ആയിരുന്നുവെങ്കിൽ ഗ്രീലിഷ് ഇല്ലാത്ത മത്സരങ്ങളിൽ അത് 25% കൂപ്പുകുത്തി. ഗ്രീലിഷ് കളിക്കുമ്പോൾ 42 ഗോളുകൾ കുറിച്ചിരുന്നുവെങ്കിൽ ഇല്ലാത്ത മത്സരങ്ങളിൽ അത് 13 കുറഞ്ഞു. അങ്ങനെ മികച്ച പെർഫോമൻസിലൂടെ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ലൈംലൈറ്റിലേക്ക് ഗ്രീലിഷ് എത്തി. 2020-ൽ ഗാരറ്റ് സൗത്ത്ഗേറ്റ് ഇംഗ്ലീഷ് ടീമിലേക്കും അവനെ വിളിച്ചു. അയർലൻഡിനായി അണ്ടർ 18, 21 തലങ്ങളിൽ കളിച്ചിരുന്ന ഗ്രീലിഷ് 2016-ൽ ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു. തങ്ങളുടെ താരങ്ങൾക്ക് എന്നും വീരപരിവേഷം നൽകുന്ന ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഗ്രീലിഷിന് പരമാവധി ഹൈപ്പ് തന്നെ നൽകി. അതിനിടെയാണ് എത്തിഹാദിൽ നിന്നും ഗ്രീലിഷിനെ തേടി വെളിയെത്തുന്നത്. ഒരു ബ്രിട്ടീഷ് താരത്തിന് നാളിന്നുവരെ ഒരു ക്ലബ്ബും നൽകാത്ത 100 മില്യൺ പൗണ്ട് എന്ന കൂറ്റൻ ഓഫറാണ് സിറ്റി വില്ലയ്ക്ക് മുന്നിൽ വെച്ചത്. തങ്ങളുടെ മണ്ണിൽ പിച്ച വെച്ചു തുടങ്ങി നല്ല കാലത്തും മോശം കാലത്തും ഒപ്പം നിന്ന ഗ്രീലിഷ് പോകുന്നതിൽ ആരാധകർക്ക് അമർഷമുണ്ടായിരുന്നു. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ളവ കളിക്കാനാണ് അവൻ്റെ ആഗ്രഹമെന്നും ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ലെന്നും വില്ലയുടെ മുതലാളിയായ ക്രിസ്ത്യൻ പേഴ്സലോ പ്രതികരിച്ചു. അങ്ങനെ സെർജിയോ അഗ്യൂറോ ശൂന്യമാക്കിയ 10-ാം നമ്പർ കുപ്പായത്തിൽ ഗ്രീലിഷ് എത്തിഹാദിൻ്റെ പടി ചവിട്ടി. ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ക്ലബിനും ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജർക്കുമൊപ്പം കളിക്കുന്നു എന്നായിരുന്നു ഗ്രീലിഷിൻ്റെ പ്രഖ്യാപനം. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം ജാക്ക് ഗ്രീലിഷ് സിറ്റിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. സിറ്റി ട്രബിൾ കിരീടം നേടിയ 2022-23 സീസണിലെ ഏതാനും മാസങ്ങളിൽ മാത്രമാണ് ഗ്രീലിഷ് തൻ്റെ 100 മില്യൺ മിഡ്ഫീൽഡർ എന്ന പേരിനോട് നീതി പുലർത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രവചനാതീതമായ ഡ്രിബ്ലിങ്ങുകൾ, എതിർ പ്രതിരോധത്തെ പൊളിച്ചുപണിയുന്ന പാസുകൾ, വില്ലയിൽ കണ്ട ഗ്രീലിഷിനെ അപൂർവമായി മാത്രമേ എത്തിഹാദിൽ ദൃശ്യമായുള്ളൂ. 2024 എന്ന വർഷത്തിൽ ഒരു ഗോൾ പോലും ആ കാലുകളിൽ നിന്നും പിറന്നില്ല. സിറ്റി കിരീടങ്ങളുടെ തിളക്കത്തിൽ നിൽക്കുന്ന വർഷങ്ങളിൽ ഗ്രീലിഷിൻ്റെ പതനം കാര്യമായ ചർച്ചയായില്ല. പക്ഷേ സിറ്റി തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കൂപ്പുകുത്തിയ സീസണിൽ 100 മില്യൺ പ്രൊഡക്റ്റിലേക്ക് പലകുറി ചർച്ചകളെത്തി. പരിക്ക് കാരണം ഏറെ മത്സരങ്ങൾ നഷ്ടമായ ഗ്രീലിഷിനെ അതിനുശേഷം പെപ്പ് കാര്യമായി പരിഗണിച്ചില്ല. മാധ്യമങ്ങൾ ഗ്രീലിഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പെപ്പ് ഗ്രീലിഷ് ഇങ്ങനെ കളിച്ചാൽ പോരെന്ന് തുറന്നു പറഞ്ഞു. ഗ്രീലിഷിനേക്കാൾ എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്നു എന്ന കാരണത്താലാണ് സാവീഞ്ഞോയെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എന്നും പെപ്പ് തുറന്നടിച്ചു. ഗ്രീലിഷ് മറ്റു വഴികൾ നോക്കണമെന്ന് പറയാതെ പറഞ്ഞ പെപ്പ് ക്ലബ് ലോകകപ്പ് ടീമിൽ നിന്നും ഗ്രീലിഷിനെ അമ്പയെ മാറ്റി നിർത്തിയത് പറഞ്ഞുവിടാനുള്ള മുന്നൊരുക്കമായാണ് പറയുന്നത്. അതിനിടയിൽ ഇംഗ്ലീഷ് ദേശീയ ടീമിലേക്കുള്ള ഗ്രീലിഷിൻ്റെ വാതിലുകളും അടഞ്ഞു തുടങ്ങി. ഗ്രീലിഷ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിന് പല കാരണങ്ങളുണ്ട്. മാന്ത്രിക ചുവടുകളോടെ സ്വതന്ത്രനായി വില്ലയിൽ വിഹരിച്ചിരുന്ന ഗ്രീലിഷിനെ പെപ്പിൻ്റെ സിസ്റ്റത്തിൽ വെറുമൊരു മെഷീനാക്കിയെന്ന വിമർശനമുണ്ട്. പെപ്പിൻ്റെ പരിമിതമായ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള കളി ഗ്രീലിഷിൻ്റെ ഡ്രിബ്ലിങ്ങിനെയും സ്വതസിദ്ധമായ കളിശൈലിയെയും ഇല്ലാതാക്കിയെന്നാണ് വാദം. കൂടാതെ നിരന്തര പരിക്കുകൾ, സാവീഞ്ഞോ, ഡോക്കു, ഫിൽ ഫോഡൻ എന്നിവരിൽ നിന്നുള്ള കനത്ത മത്സരം, കുറഞ്ഞ പ്ലേയിങ് ടൈം എന്നിവയും ആ കരിയറിനെ ബാധിച്ചു. എന്നാൽ തൻ്റെ പതനത്തിനുള്ള പാത ഗ്രീലിഷ് തന്നെ വെട്ടുകയായിരുന്നു എന്ന വിമർശനവുമുണ്ട്. ബ്രസീലിയൻ താരങ്ങളെപ്പോലെ പ്രതിഭ ദൂർത്തടിച്ചു കളയുന്ന സമീപനം ഗ്രീലിഷിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബുകളും പാർട്ടി കൾച്ചറും ഗ്രീലിഷിനെ വല്ലാതെ ബാധിച്ചു. വില്ലയിലെ കാലത്തെ ഗ്രീലിഷ് ഇത്തരം വാർത്തകളാൽ ടാബ്ലോയിഡുകളിലും വാർത്തകളിലും നിറഞ്ഞിരുന്നു. പലകുറി അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയും നേരിട്ടു. അച്ചടക്കമില്ലാത്ത ജീവിതം സിറ്റിയിലും വിനയായെന്ന വിമർശനം താരത്തിന് നേരെയുണ്ട്. 29 വയസ്സ് മാത്രമേ ഗ്രീലിഷിനായിട്ടുള്ളൂ. ടോട്ടനം, എവർട്ടൺ, ന്യൂകാസിൽ മുതൽ മുൻതട്ടകമായ ആസ്റ്റൺ വില്ല വരെ ഗ്രീലിഷിൻ്റെ ചോയ്സുകളായി പറയപ്പെടുന്നു. ഡിബ്രൂയിനയെ ചൂണ്ടിയ നാപ്പോളിയും എറിക് ടെൻ ഹാഗിൻ്റെ ലെവർക്യൂസനും സാധ്യതകളായി മുന്നിലുണ്ട്.
എന്നാൽ വേഗത നഷ്ടപ്പെട്ട ഗ്രീലിഷ് സ്ലോ ടെമ്പോയിൽ കളിക്കുന്ന സ്പാനിഷ് ലീഗിലേക്ക് പോകണമെന്ന അഭിപ്രായവുമുണ്ട്. പ്രീമിയർ ലീഗിലെ ഏറ്റവും മോശം ട്രാൻസ്ഫറുകളുടെ ലിസ്റ്റിൽ തന്നെയാകുമോ ഗ്രീലിഷിൻ്റെ പേരും ചേർത്ത് വെക്കുക?